അവൾ ഇവിടെ തുടരാൻ ശ്രമിച്ചത്. എന്തൊക്കെ ന്യായം പറഞ്ഞാലും നമ്മളിൽ നിന്ന് അവൾ സത്യം മറച്ചത് ശരിയായില്ല. അത് ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ നമുക്ക് വേണ്ടി അവൾ സ്വന്തം കുടുംബത്തെ വരെ വെറുപ്പിച്ചിറങ്ങി വന്നവളല്ലേ. അവളോട് ഒരു വട്ടം ക്ഷമിക്കുന്നത് തെറ്റല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഗിരിയേട്ടൻ അവള് കാനഡയിൽ പോവാതെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു എന്ന് അറിയായിരുന്നോ? അതെന്ത് ചോദ്യമാണ് മഞ്ജു? എനിക്കതറിയാമായിരുന്നെങ്കിൽ ഞാനത് ആദ്യം പറയുന്നത് നിന്നോടായിരിക്കില്ല. നീ വെറുതെ മുകുന്ദം പറയുന്ന ഓരോന്ന് കേട്ടിട്ട് എന്നെ സംശയിക്കാണോ? സോറി, ഗിരിയേട്ടൻ എന്നിൽ നിന്നും ഒന്നും ഒളിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവൾ ഇത്രയും വലിയൊരു നുണ പറഞ്ഞു എന്നറിയുമ്പോ ഗിരിയേട്ടൻ കുറച്ചുകൂടി പ്രതികരിക്കുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചത്. അല്ല, ഞാൻ എന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് നീയല്ലേ പറയാറുള്ളത്. ഇപ്പൊ അങ്ങനെ ചെയ്തപ്പോ അതും കുറ്റമായോ? അയ്യോ, ഞാൻ കുറ്റപ്പെടുത്തിയൊന്നും അല്ല. ഗിരിയേട്ടൻ ദേഷ്യപ്പെടാത്തത് എന്തായാലും നന്നായി. നമ്മൾ രണ്ടുപേരും ഒരേ സമയം പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ പ്രശ്നം കൂടുതൽ വഷളായേനെ. എന്തായാലും റഫീഖ് എത്രയും പെട്ടെന്ന് പ്രീതിയെ പറഞ്ഞയക്കാനുള്ള പരിപാടികൾ ചെയ്യും. അവള് പോയാ നാട്ടുകാര് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്ന നുണക്കഥകളെല്ലാം പതിയെ മറന്നോളും. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഗിരിയേട്ടാ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ ധൃതി പിടിച്ചത് എങ്ങോട്ടാ പോകുന്നേ? നിന്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്.